ഷാനവാസിനും ശ്രീ ബഷീർ ഇതിനുവേണ്ടി വളരെ സജീവമായി മുന്നോട്ടിറങ്ങി ഒരു വർഷ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചു. ഗണേഷ് കുമാറിനെ കൊണ്ട്, സ്പോർട്സ് വകുപ്പ് മന്ത്രിയെ കൊണ്ട് അതിന്റെ അംഗീകാരം വാങ്ങിച്ചു. ശ്രീ എം ഐ ഷാനവാസ് 50 ലക്ഷം രൂപ MP ഫണ്ടിൽ നിന്ന്, ഒരുപക്ഷെ ഒരു MP ഒരു പ്രോജക്റ്റിന് വേണ്ടി കൊടുക്കുന്ന ഏറ്റവും വലിയ തുകയായിരിക്കാം ഈ 50 ലക്ഷം രൂപ. വീണ്ടും കേന്ദ്ര സ്ഥാപനങ്ങളെ കൊണ്ടും ഇതിലേക്ക് സഹായങ്ങൾ അദ്ദേഹം പവർ ഗ്രിഡ് ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് സഹായങ്ങൾ എത്തിച്ചിരിക്കുന്നു. അപ്പൊ ഇവർ രണ്ടുപേര് പ്രത്യേക താല്പര്യമെടുത്താണ് ഇവിടം വരെ എത്തിച്ചത്. അവർ രണ്ടുപേരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. ജനങ്ങളോട് താല്പര്യമുള്ള, നാടിന്റെ ആവശ്യങ്ങളോട് താല്പര്യമുള്ള ജനപ്രതിനിധികൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ശ്രീ ഷാനവാസും ശ്രീ ബഷീറും ഈ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ ഇവിടെ കാട്ടിയിരിക്കുന്നത്. അവരുടെ ആ പ്രത്യേക താല്പര്യം കാണുമ്പോൾ ഗവൺമെന്റിനും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. ഗവൺമെന്റും ഈ കാര്യത്തിൽ ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെ എന്ന കാര്യം പ്രത്യേകം വകുപ്പ് മന്ത്രിയുമായി ആലോചിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം തേടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് പരിശോധിക്കും, പരിഗണിക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ദീർഘമായ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസ രംഗത്തെ യോഗ്യത നോക്കിയാൽ 90% പക്ഷേ അവരുടെ ശാരീരിക ക്ഷമത, ശാരീരികമായ അവരുടെ ആ യോഗ്യത നോക്കിയാൽ അത് വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ വളരെ പിന്നിലാണ്, വളരെ താഴെയാണ്. ഇത് വളരെ ഗൗരവമായിട്ട് നമുക്ക് കാണണം. നമ്മുടെ കുട്ടികൾ കഴിവുള്ളവരാണ്, ആരോഗ്യമുള്ളവരാണ്. പക്ഷേ ആ ആരോഗ്യം, ആ കാര്യക്ഷമത നിലനിർത്താൻ അവർക്കാവശ്യമായ സാഹചര്യങ്ങൾ, അവർക്കതിനാവശ്യമായ പരിശീലനങ്ങൾ, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്, സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഗവൺമെന്റ് ഗ്രാമപ്രദേശങ്ങളിൽ ചെറുപ്പക്കാർക്ക് കായിക അഭ്യാസത്തിന്, കായിക പരിശീലനത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ആഗ്രഹിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള സ്റ്റേഡിയങ്ങൾ ഉണ്ടാകണം. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി സഹായം തേടി അതിനുവേണ്ടി പരിശ്രമിക്കും, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം അത്ലറ്റിക്സ് രംഗത്ത് നമ്മുടെ കൊച്ചുകുട്ടികൾ വളരെ മിടുക്കരാ, മുന്നിലാ. അഭിമാനകരമായ നേട്ടങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നേടിയിട്ടുണ്ട്, ഇന്ന് നേടുന്നുണ്ട്. നാളത്തെ പ്രതീക്ഷയും അവരെല്ലാവരും ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ്. കായിക പരിശീലനത്തിന് ഒരു സൗകര്യവുമില്ലാത്ത നാട്ടിൽ നിന്ന് ഏറ്റവും ഉയർന്ന നിലയിൽ ദേശീയ തലത്തിൽ, അന്തർദേശീയ തലത്തിൽ അംഗീകാരം നേടിയിട്ടുള്ള നമ്മുടെ കുട്ടികൾ, അവർക്ക് ശരിയായ പരിശീലനം കൊടുത്താൽ
ശരിയായ പരിശീലനം തേടുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്താകും? അവരവരുടെ കഴിവുകൾ തെളിയിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ സ്പോർട്സ് താരങ്ങൾക്ക്, നമ്മുടെ യുവ പ്രതിഭകൾക്ക് അതിനുള്ള പരിശീലനത്തിനും പരിശീലനത്തിനുണ്ടാക്കി കൊടുക്കാൻ ഗവൺമെന്റ് ശ്രമിക്കും. ഈ അഴീക്കോട് സ്റ്റേഡിയം അതിനൊക്കെ ഒരു മാതൃകയായി. ശരിയായ ജനകീയ കൂട്ടായ്മ, MP, MLA, സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു ഗ്രാമപ്രദേശത്ത് ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യമുണ്ടാക്കുക. ഈ അഴീക്കോടായിരിക്കട്ടെ അതിന് മാതൃകയാകുന്നത്, തുടക്കം കുറിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.